ഇന്ന് 2025 ഏപ്രിൽ 10 വ്യാഴാഴ്ച. ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്ര തമിഴ്നാട്ടിലെ പ്രേതനഗരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ധനുഷ്കോടിയിലേക്കാണ്. രണ്ട് വശങ്ങളിലും കടലിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പഴയ പ്രതാപകാലത്തിൻ്റെ അവശേഷിപ്പുകൾ ബാക്കി കിടക്കുന്ന ധനുഷ്കോടി ലക്ഷ്യമാക്കി ഒരു യാത്ര. മോക്ഷ ട്രാവൽ സംഘടിപ്പിച്ച ഈ യാത്രയിൽ 45 പേരടങ്ങുന്ന ഒരു സംഘം ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. ധനുഷ്കോടിയും രാമേശ്വരവും പാമ്പൻ പാലവും ഒക്കെ കാണുക എന്നുള്ളത് ഏറെക്കാലമായി ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. തമിഴ്നാട് റോഡിലൂടെയുള്ള യാത്രകൾ ഏറെ ഹൃദ്യവും രസകരവുമായിരുന്നു. ഏറെ ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും അധികം ചൂട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. ധനുഷ്കോടിയിലേക്കുള്ള യാത്രാമധ്യേ തിരുപ്പുലാനി ആദി ജഗന്നാഥ പെരുമാൾ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ആദ്യമായി പോയത്. പക്ഷേ ക്ഷേത്രം നട അടച്ചിരുന്നതിനാൽ അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചില്ല. വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നതിനാലാണ് ക്ഷേത്ര നട അടച്ചതെന്ന് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിച്ചു. ആ ചടങ്ങ് ഞങ്ങൾക്ക് നേരിട്ട് കാണുവാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായി കരുതുന്നു. അന്ന് അവിടെ ഉത്സവം അവസാന ദിവസമായിരുന്നു. അന്നേ ദിവസമാണ് ഭഗവാൻ പുറത്തേക്ക് രഥത്തിൽ എഴുന്നള്ളുന്ന ചടങ്ങ് നടക്കുന്നത്. ഭക്തി നിർഭരമായ ആ ചടങ്ങുകളിലേക്ക് ഇനി ഇവിടെ നിന്നും നേരെ ധനുഷ്കോടിയിലേക്കാണ്. വളരെ ദൈർഘ്യമുള്ള ഒരു യാത്രയാണ് ധനുഷ്കോടിയിലേക്ക്. യാത്രാമധ്യേ വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവ കാഴ്ച ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. പാമ്പൻ പാലം എത്താൻ ഇനി ഏകദേശം വളരെ കുറച്ച് സമയം മാത്രം മതി. ഈ കാണുന്നതാണ് തമിഴ്നാട്ടിലെ പ്രശസ്തമായ പാമ്പൻ പാലം. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. തീവണ്ടിക്ക് പോകാനുള്ള പാലവും മറ്റു വാഹനങ്ങൾക്കായുള്ള പാലവും സമാന്തരമായി ഉണ്ടെങ്കിലും തീവണ്ടി പാലത്തിനെയാണ് പ്രധാനമായും പാമ്പൻ പാലമെന്ന് വിശേഷിപ്പിക്കുന്നത്. റോഡ് പാലത്തേക്കാൾ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള തീവണ്ടി പാലത്തിന് ഈ പേര് പണ്ടേ പതിഞ്ഞിരുന്നു. ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള പാമ്പൻ പാലം രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. 2345 മീറ്റർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ കടൽ പാലമാണ്.
കപ്പലുകൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കി പകുത്തുമാറാൻ കഴിയുന്ന രീതിയിലാണ് പാലത്തിൻ്റെ നിർമ്മാണം. പ്രധാന കരയ്ക്കും രാമേശ്വരം ഉൾപ്പെടുന്ന പാമ്പൻ ദ്വീപിനുമിടയിലുള്ള പാക്ക് കടലിടുക്കിനും കുറുകെയാണ് പാലം. മീറ്റർ ഗേജ് തീവണ്ടികൾക്ക് മാത്രം കടന്നുപോകാൻ കഴിഞ്ഞിരുന്ന പഴയ പാലം റെയിൽവേ വിപുലീകരണത്തിൻ്റെ ഭാഗമായി 2007 ബ്രോഡ് ഗേജായി മാറി. പഴയ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കപ്പെട്ട പുതിയ പാലം 2025 ഏപ്രിൽ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് പാമ്പൻ റെയിൽപാളത്തിന് സമാന്തരമായി നിർമ്മിച്ച രാമേശ്വരത്തേക്കുള്ള പ്രധാന പാതയിലൂടെയാണ്. 1988 ഈ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ഈ പാലവും പാമ്പൻ പാലം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പാലത്തിലൂടെയുള്ള യാത്ര വളരെ രസകരമാണ്. ആ കാഴ്ചകളിലേക്ക്. ഈ കാണുന്നതാണ് പുതിയ പാമ്പൻ പാലത്തിലെ കപ്പലുകൾ കടത്തിവിടാനുള്ള വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനം. 535 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ പാലത്തിലെ ഈ സംവിധാനം റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഉയർത്താൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഈ പാലം ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് തമിഴ്നാട്ടിലെ രാമേശ്വരത്തിനടുത്തുള്ള കോദണ്ഡരാമ സ്വാമി ക്ഷേത്രത്തിലാണ്. 1964 ധനുഷ്കോടി ഒലിച്ചുപോയ ചുഴലിക്കാറ്റിൽ നിന്നും അതിജീവിച്ച ഒരേയൊരു ക്ഷേത്രമാണിത്. രാവണ സഹോദരനായ വിഭീഷണന്റെ പട്ടാഭിഷേകം ഈ സ്ഥലത്ത് നടന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെളിഞ്ഞ വെള്ളവും അതിശയകരമായ കടൽ തീരവും ചേർന്ന് ഭൂമിയിൽ ഇങ്ങനെയൊരു ഇടമുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ അമ്പരപ്പിക്കുന്ന സ്ഥലമാണ് ധനുഷ്കോടി. തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടി മനോഹരമായ കാഴ്ചകളാൽ സമ്പന്നമാണ്. മെട്രോപൊളിറ്റൻ നഗരങ്ങളുടെ തിരക്കുകൾ ഇല്ലാതെ, ആഡംബര കാഴ്ചകളില്ലാതെ ഒരു ദുരന്തശേഷിപ്പായി നിലകൊള്ളുന്ന ഇവിടം സഞ്ചാരികളുടെ പ്രിയ നഗരമാണ്. രാമായണത്തിലെ രാമനും രാവണനും സീതയും രാമസേതുവുമെല്ലാം ഈ നഗരത്തിന്റെ നിറമുള്ള കഥകൾക്ക് ചാരുത പകരുന്നു. 1964 ഒരു ചുഴലിക്കാറ്റിനെ തുടർന്ന് നശിപ്പിക്കപ്പെട്ട നഗരമാണ് ധനുഷ്കോടി. ഒരു കാലത്ത് സമ്പന്നമായിരുന്ന പട്ടണത്തിന്റെ ഓർമ്മപ്പെടുത്തലായി അവശേഷിക്കുന്ന അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇന്ന് ധനുഷ്കോടിയുടെ മുതൽക്കൂട്ട്. എന്നാൽ ഈ മിതമായ കാഴ്ചകളും ജനസാന്ദ്രത കുറഞ്ഞ അവസ്ഥയും ധനുഷ്കോടിക്ക് വേറിട്ടൊരു ചാരുത പകരുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് ധനുഷ്കോടി നിശബ്ദമായതും ഒറ്റപ്പെട്ടതും?
ഒരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും മറുവശത്ത് ബംഗാൾ ഉൾക്കടലും സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടി ഒരു കാലത്ത് തിരക്കേറിയതും സമൃദ്ധവുമായ ഒരു നഗരമായിരുന്നു. വീടുകൾ, സ്കൂളുകൾ, പള്ളി, ക്ഷേത്രം, പോസ്റ്റ് ഓഫീസ്, ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നിവയെല്ലാം ഈ നഗരത്തിലുണ്ടായിരുന്നു. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ മത്സ്യബന്ധന ശൃംഖല ഈ കൊച്ചു പട്ടണത്തിലെ ആയിരക്കണക്കിന് ആളുകളിലൂടെ സജീവമായിരുന്നു. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള കരമുഖേനയുള്ള ഏക അതിർത്തി കൂടിയാണിത്. നിരവധി തീർത്ഥാടകർക്കും വ്യാപാരികൾക്കും ഒരു പ്രധാന തുറമുഖവുമായിരുന്നു ഇത്. സഞ്ചാരികളും തീർത്ഥാടകരുമെല്ലാം രാമായണ കഥകളിലൂടെ ഇവിടേക്ക് എത്തിയിരുന്ന സമയത്താണ് 1964 ഡിസംബർ 22 ധനുഷ്കോടിയിലുടനീളം ഒരു വലിയ ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. 170 മൈൽ വരെ വേഗതയിൽ കാറ്റ് വീശുകയും നഗരം മുഴുവൻ തകർന്നടിയുകയും ചെയ്തു. അന്ന് നശിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടവുമായി ആൾതാമസമില്ലാതെ ഇന്നും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ധനുഷ്കോടിയുള്ളത്. അന്ന് സംഭവിച്ച അപകടത്തിൽ 1800-ലധികം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പട്ടണത്തിലെ എല്ലാ വീടുകളും നിലംപൊത്തി. മദ്രാസ് സർക്കാർ മനുഷ്യവാസത്തിന് അനുയോജ്യമല്ല എന്ന ലേബലും ധനുഷ്കോടിക്ക് നൽകി. വർഷങ്ങൾക്ക് ശേഷം ഏതാനും കുടുംബങ്ങൾ തിരികെ എത്തി. അവരിൽ ചിലർ മത്സ്യബന്ധനം മാത്രം ഉപജീവനമാക്കി ഇന്നും അവിടെ ജീവിക്കുന്നു. പുരാണവുമായി വളരെയധികം ബന്ധമുള്ള ഇടമാണ് ധനുഷ്കോടി എന്ന് പറഞ്ഞല്ലോ. സീതയെ രാവണന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാനായി രാമനും സൈന്യവും രാമസേതു നിർമ്മിച്ച സ്ഥലമാണ് ധനുഷ്കോടി എന്ന് പറയപ്പെടുന്നു.